എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ തക്കാളി വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെൻ്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ 2 തക്കാളി കുക്കറിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതാദ്യം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചതാണിത്. പിന്നെ ഉണക്കമുളകും വേപ്പിലയും നമുക്കൊരു 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൈരും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം. RCMൻ്റെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മുടെ കായമുണ്ട്. ഇതുകൂടി ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ചട്ടി നമുക്ക് ചൂടായി. നമ്മളിതിലേക്ക് ഉലുവയാണ് ഇടുന്നത് ആദ്യം. അതിലേക്ക് നമ്മൾ കടുക് കൂടി ഇടുന്നു. ഇനി നമ്മളതിലേക്ക് വേപ്പിലയും ചുവന്ന മുളക്, നമ്മൾ ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് വെച്ചിടും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇടുക. അതിൻ്റെ കൂടെ കുറച്ച് കായം. ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചത് ഇടുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഇടുകയാണ്. നന്നായിട്ട് തിളക്കണം. ഇതിലേക്ക് ഉപ്പ് കൂടി ഇടുക, ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടുക. ഇതിലേക്ക് നമ്മൾ തക്കാളി വേവിച്ച വെള്ളം, കുക്കറിലുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ തൈര് നന്നായിട്ട് കട്ട ഉടച്ചിട്ട് തൈര് ഒഴിക്കുക. സ്റ്റൗ നമ്മൾ സിമ്മിൽ വയ്ക്കുക. നമ്മുടെ മോരുകറി, തക്കാളി ഇട്ടിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.